ഹലോ ഹായ്. നാളത്തെ ഇംഗ്ലീഷ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ, നമുക്ക് ഇഷ്ടംപോലെ വഴികളുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം, അതിന്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെ ഇരുന്ന് അങ്ങനെ വായിച്ചിട്ട് നമുക്ക് നേരം വെളുപ്പിക്കാം. രണ്ടാമത്തെ ഒരു എളുപ്പമുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഇഷ്ടംപോലെ ലൈവുകളും ഗ്രാമറിന്റെ വീഡിയോസും അതും ഇതൊക്കെ ആയിട്ട് യൂട്യൂബിൽ ഇഷ്ടംപോലെ കോണ്ടന്റുകൾ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളത്തെ ഇംഗ്ലീഷ് എക്സാമിൽ നിങ്ങൾ എത്ര പഠിച്ചു പോയാലും അത് മുങ്ങിപ്പോകും. ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ നാളെ ഇംഗ്ലീഷ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ഐശ്വര്യമായിട്ട് പ്രാർത്ഥനയോടെ വാങ്ങുന്നത് തൊട്ട് ഇംഗ്ലീഷ് എക്സാമിന്റെ ഫൈനൽ ബെല്ലടിക്കുന്നത് വരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതാണ് നമ്മൾ അവസാന നിമിഷത്തിൽ കാണേണ്ട വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വീഡിയോസ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ ഒരു വീഡിയോ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ചേ ഉള്ളൂ. ഈ ഒരു കാര്യം ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാർക്കിന്റെ നഷ്ടം വരും. ആ നഷ്ടം വരുത്താതിരിക്കാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്, ഒരു ലാസ്റ്റ് മിനിറ്റ് ടിപ്പുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒന്നാമതായിട്ടില്ലേ, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രാർത്ഥനയോടെ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് വാങ്ങിയതിന് ശേഷം നിങ്ങൾ റീഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. ഒരുപാട് തവണ ഒരുപാട് പേര് തന്നെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് അറിയോ, ആ ഒരു കൂൾ ഓഫ് ടൈമിൽ നമ്മൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കുക, വ്യക്തമായിട്ട് വെപ്രാളത്തിലോ തിടുക്കത്തിലോ ഒന്നല്ല, വ്യക്തമായിട്ട് അത് വായിച്ചു നോക്കുക. രണ്ട് മൂന്ന് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഏത് ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഏത് ഡിസ്കോഴ്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, എത്ര മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്, ഇതിനെക്കുറിച്ച് നല്ല ബോധം വേണം. നല്ലവണ്ണം അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ. അങ്ങനെ ശരവര എന്ന് പറഞ്ഞ് ശരം വിട്ട പോലെ വായിച്ചു നോക്കരുത്, കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യമില്ലേ, നമ്മുടെ മനസ്സിൽ ഇനി ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കണം. എങ്ങനെയാണ് നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു പ്ലാൻ ഉണ്ടാക്കി വെക്കണം. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ആദ്യം അറ്റംപ്റ്റ് ചെയ്യേണ്ടതില്ലേ, ഈ 1 മാർക്കിന്റെ 2 മാർക്കിന്റെ ഒക്കെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ ഇങ്ങോട്ട് ആദ്യം എഴുതി തീർക്കുക. കാരണം നമ്മൾ അത് അവസാനത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെപ്രാളത്തിന്റെ ഇടയിൽ നമ്മൾ അത് വിട്ടുപോകും, അത് ഉറപ്പാണ്, നമുക്ക് ആ മാർക്ക് പോകും. അതുകൊണ്ട് തന്നെ ഈ 1-2 മാർക്കിന്റെ ഒക്കെ ആദ്യം ഇങ്ങോട്ട് എഴുതി തീർക്കുക. പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതില്ലേ, നമുക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള കുറച്ച് ഉത്തരങ്ങൾ ഉണ്ടാവല്ലോ. തലേ ദിവസത്തെ ലൈവിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നോട്ടിൽ നിന്നോ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടോ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള, നമുക്ക് നല്ല പോയിന്റുകൾ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവല്ലോ. അത് ഒന്നാമതായിട്ട് എഴുതുക. ആ മാർക്ക് കൂടിയ, നമുക്ക് നല്ല കോൺഫിഡൻസ് ഉള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏറ്റവും അവസാന ഭാഗത്തിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും മാർക്ക് കൂടി 6 മാർക്കിന്റെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കാണുക. അതാണ് ആദ്യം അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. അതിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടെ വേണം കേട്ടോ. ഈ കോൺഫിഡൻസിനെ തന്നെ നമുക്ക് 3 ടൈപ്പ് ആക്കാം. ഒന്ന്, നിങ്ങൾക്ക് നല്ല ഉറപ്പാ 8 മാർക്കിനാണെങ്കിൽ 8 പോയിന്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി അതല്ല, നമുക്ക് അത്ര ഉറപ്പില്ല, പക്ഷെ തലേ ദിവസത്തെ ലൈവ് നോക്കി ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കാര്യങ്ങളൊക്കെ അറിയാന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ രണ്ടാമതായിട്ട് എഴുതേണ്ടത്. നിങ്ങൾക്ക് ഒരു ഉറപ്പും ഇല്ലാത്ത എന്നാൽ ഒഴിച്ചു വിടണ്ടാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അറിയാന്നുണ്ടെങ്കിൽ, അത്ര കോൺഫിഡന്റ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മൂന്നാമതായിട്ട് എഴുതണം. കാരണം ഈ നിങ്ങളുടെ ആൻസർ ഷീറ്റ് വായിക്കുന്ന ആളില്ല, 1000ഓളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ അല്ലെങ്കിൽ ആൻസർ ഷീറ്റുകൾ വായിക്കുന്നതാണ്. അയാളിൽ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ പെട്ടെന്ന് വായിച്ചു പോകുന്നതായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അരിച്ചു പെറുക്കൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അയാൾ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ആൻസർ ആദ്യം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ടല്ലേ, അറ്റംപ്റ്റ് ദ ക്വസ്റ്റ്യൻസ് വിച്ച് ഹാസ് ഹയസ്റ്റ് മാർക്സ്. ഞാൻ ആദ്യം പറഞ്ഞു, നമുക്ക് കോൺഫിഡൻസ് വേണം, അതുപോലെ തന്നെ മാർക്ക് കൂടിയ ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് ടു റൈറ്റ്. ഇത് മനസ്സിലായില്ലെങ്കിലല്ലേ നമ്മൾ 4 മാർക്കിന് 2 പേജും 8 മാർക്കിന് നമ്മൾ അര പേജും എഴുതിയിട്ട് വെറുതെ അതങ്ങോട്ട് നശിപ്പിച്ച് കളയും. നിങ്ങൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുക, ഏറ്റവും മാർക്ക് കൂടിയ ക്വസ്റ്റ്യൻ ഏതാണോ അതിന്റെ ബേസിസിലാണ് നമ്മൾ ബാക്കിയെല്ലാം എത്ര എഴുതണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. 8 മാർക്കാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 10 മാർക്കാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ, ഒരു 1.5 പേജാണ് അതിന് എഴുതേണ്ടത്. ഇതൊരു വലിയ ചക്ക അക്ഷരത്തിൽ എഴുതുന്നതിനല്ല ഞാൻ പറയുന്നത്, ഒരു സ്റ്റാൻഡേർഡ് റൈറ്റിംഗിലാണ് എഴുതേണ്ടത്. ഒരു പാരഗ്രാഫ് മുറിച്ചിട്ടാണ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഒരു 1.5 പേജാണ് ഏറ്റവും മാർക്ക് കൂടിയ ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. ഇനി ഒരു 6 മാർക്കിനാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പേജ് കൃത്യമായിട്ട് എഴുതണം. ഇനി ഒരു 4 മാർക്കിനോ 5 മാർക്കിനോ ആണെന്നുണ്ടെങ്കിൽ ഒരു 3/4 പേജ് എഴുതണം. 4 മാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു അര പേജിനും തൊട്ട് താഴെയായിട്ട് എഴുതിയാൽ മതി. സോ എത്രയാണ് എഴുതേണ്ടത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് കേട്ടോ. ഇനി റീകോൾ ദ നമ്പർ ഓഫ് പോയിന്റ്സ്. നമ്മൾ 8 മാർക്കിന്റെ ചോദ്യം 6 മാർക്കിന്റെ ചോദ്യം എഴുതുന്ന സമയത്ത് 6 പോയിന്റുകൾ തന്നെ നമ്മുടെ കയ്യിൽ വേണം. അല്ലാതെ എഴുതിയ പോയിന്റുകൾ തന്നെ വീണ്ടും വീണ്ടും എഴുതുന്ന സമയത്ത് അതിന് ഒരു എക്സ്ട്രാ മാർക്കും കിട്ടില്ല. അത് നിങ്ങൾ 1.5 പേജ് എഴുതിയാലും 4 പേജ് എഴുതിയാലും ഒരേ മാർക്ക് തന്നെ കിട്ടുള്ളൂ. അതിൽ എത്ര പോയിന്റുകൾ ഉണ്ട് എന്നുള്ളതും, ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഇത്രയും പോയിന്റുകളാണ് ഞാൻ എഴുതാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് മനസ്സിൽ ഉറപ്പിക്കണം. സോ ഇത്രയും കാര്യങ്ങൾ എഴുതുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ഈ 8 പോയിന്റ് പിന്നെ 16 പോയിന്റ് ആക്കിയിട്ട് എഴുതണ്ട. അതായത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും 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 പറയാണ്ടിരിക്കുക.
നമ്മൾ ഒരു കാര്യത്തിന് ഒരു പോയിന്റ് എഴുതുക, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, അടുത്ത പോയിന്റിലേക്ക് പോവുക, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത്രയും കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിലേ നിങ്ങൾ പാനിക് ആവാണ്ടിരിക്കണം. ഞാൻ തലേ ദിവസം നിങ്ങളുടെ സീനിയേഴ്സിനോട് പറയായിരുന്നു, അതായത് നമ്മൾ ഒരു പട്ടി കടിക്കാൻ വന്നു കഴിഞ്ഞാലേ, നമ്മൾ തലേ ദിവസം ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുക. തലേ ദിവസം നമ്മൾ കണ്ടു നിങ്ങളെ പട്ട് കടിക്കാനോ പാമ്പ് കടിക്കാനോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വളഞ്ഞ് പോകണം, അല്ലെങ്കിൽ നമ്മൾ എന്താ സിഗ്സാഗിൽ പോകണം, അല്ലെങ്കിൽ നമ്മൾ പട്ടിയെ പറ്റിക്കണം. ഇത്തരം ടാക്ടിക്സ് ഒന്നും നമ്മൾ ആക്ച്വലി കടിക്കാൻ വരുമ്പോൾ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റൂല. എന്തുകൊണ്ടാ? പട്ടി കടിക്കാൻ വരുമ്പോൾ നമ്മൾ വല്ലാത്തൊരു പാനിക് മൊമെന്റിലായിരിക്കും. പാനിക്കിലാവുന്ന സമയത്ത് നമുക്ക് ഓർമ്മയിലുള്ള ഒരു കാര്യം നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മെമ്മറി റിറ്റൻഷൻ വളരെ കുറവായിരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മൾ എക്സാം ഹാളിൽ പാനിക് ആവുന്ന സമയത്ത് സംഭവിക്കുന്നത്. എത്ര പഠിച്ചാലും പാനിക് ആയോ നിങ്ങളുടെ സമയവും നഷ്ടപ്പെടും, നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ ഓർത്ത് വെക്കാനും പറ്റില്ല. അതുകൊണ്ട് പരമാവധി കാമായിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അറിയുന്ന കാര്യങ്ങൾ എഴുതാൻ വേണ്ടി പറ്റണമെന്നുണ്ടെങ്കിൽ പാനിക് ആവാണ്ടിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ക്വസ്റ്റ്യന്റെ നമ്പർ എങ്കിലും എഴുതി വെക്കണം. ചിലപ്പോൾ ബൈ മിസ്റ്റേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലക്കില് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ തെറ്റിപ്പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അറ്റംപ്റ്റ് ചെയ്തു എന്നുള്ളതെങ്കിലും നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇനി ഒന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഇതൊന്നും പറയാൻ പാടില്ല. ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല, ഡിസ്കോഴ്സ് ഉണ്ടാവുമല്ലോ, ആ ചാപ്റ്റർ ഉണ്ടാവുമല്ലോ, ആ ചാപ്റ്ററിനെ കുറിച്ച് എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ അതെങ്കിലും എഴുതി വെക്കുക. പിന്നെ എല്ലാതും പാരഗ്രാഫുകളാക്കി എഴുതി തീർക്കുക കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ 1000-ഓളം ക്വസ്റ്റ്യൻസ് വായിക്കുന്നതാണ് ഈ നിങ്ങളുടെ വിധികർത്താവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് അസസ് ചെയ്യുന്ന ആൾ എന്ന് പറയുന്നത്. അപ്പൊ അയാൾ ഇത്രയും ഒരു മടുപ്പോട് കൂടിയായിരിക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്നത്. അപ്പൊ അയാൾക്ക് ഒരു റീഡബിലിറ്റിക്ക് ഒരു ഇഷ്യൂ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അയാൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. എന്ത് ചെയ്യണം എന്നറിയോ? പാരഗ്രാഫുകളാക്കിയിട്ട് എഴുതണം. എല്ലാത്തിലും ഉപരിയായിട്ട് പാനിക് ആവാണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്തും നിങ്ങൾ പാനിക് ആവാണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് പഠിക്കാനും പറ്റുള്ളൂ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.